Hello students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്ററാണ് ദ നെക്ലേസ്. ദ നെക്ലേസ് ഈസ് എ ഷോർട്ട് സ്റ്റോറി ബൈ എ ഫ്രഞ്ച് ഓതർ ഗൈ ഡെ മൗപ്പസൻ. അപ്പോൾ ഗൈ ഡെ മൗപ്പസൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിനെ മാസ്റ്റർ ഓഫ് ഷോർട്ട് സ്റ്റോറി റൈറ്റർ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് വേൾഡിലേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ലിറ്ററേച്ചറിലോട്ട് വേണ്ടിയിട്ട് ഒരുപാട് ഷോർട്ട് സ്റ്റോറീസ് കൊടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ ഫ്രഞ്ച് ഗൈ. അപ്പോൾ ഇയാളുടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒത്തിരി ഷോർട്ട് സ്റ്റോറിയിൽ പെട്ട ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ദ നെക്ലേസ്. ഇയാളുടെ ഷോർട്ട് സ്റ്റോറീസ് വളരെ പോപ്പുലർ ആവാനുള്ള റീസൺസ് എന്ന് പറയുന്നത് അതിൻ്റെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റോട് കൂടിയിട്ടുള്ള എൻഡിങ്സും അതുപോലെ തന്നെ ഐറണി, റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇവൻറ്റ്സ് എല്ലാം തന്നെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇയാളുടെ ഒരു ഷോർട്ട് സ്റ്റോറി ആണെങ്കിൽ പോലും അതിനത്രത്തോളം ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഇയാൾ എല്ലാ സ്റ്റോറീസും എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു വേൾഡ് ക്ലാസ് ലിറ്ററേച്ചറിൽ പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള വർക്ക്സാണ് ഈ ഗൈ ഡെ മൗപ്പസൻ്റെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ നോക്കുകയാണെങ്കിൽ ദ നെക്ലേസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി നോക്കുകയാണെങ്കിൽ ഇതിൽ മെയിനായിട്ട് 2 ക്യാരക്ടേഴ്സാണ് വരുന്നത്. മെത്തിൽഡെ ലോയ്സൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും ആളുടെ ഒരു വെൽത്തി ആയിട്ടുള്ളൊരു ഫ്രണ്ട് മാഡം ഫ്രോയിസ്റ്റർ. അങ്ങനെ 2 പേരാണ് ഈ ഒരു സ്റ്റോറിയിലെ മേജർ ക്യാരക്ടേഴ്സ്. പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് മൈനറായിട്ടുള്ള മറ്റ് ക്യാരക്ടർ, അതായത് ഈ ഒരു 2 ലേഡീസിൻ്റെയും ഹസ്ബൻഡ്സ്, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. പക്ഷെ അതൊരു മൈനർ ക്യാരക്ടറാണ്. ഇതിലത്തെ മേജർ ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ ഒരു 2 ലേഡി ക്യാരക്ടേഴ്സ് തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഗൈ ഡെ മൗപ്പസൻ അബൌട്ട് മെത്തിൽഡെ ലൂയിസ്, എ ബ്യൂട്ടിഫുൾ ബട്ട് ഡിസ്കണ്ടൻറ്റ് വുമൻ ബോൺ ഇൻ ടു എ പുവർ ക്ലർക്ക് ഫാമിലി. അപ്പോൾ ഇവിടെ നമ്മുടെ ഫീമെയിൽ ക്യാരക്ടറായിട്ടുള്ള ലീഡിങ് ക്യാരക്ടറായിട്ടുള്ള മെത്തിൽഡെ ലോയ്സൽ എന്ന് പറയുന്ന ആ ഒരു ഫീമെയിൽ ക്യാരക്ടർ വളരെ പാവപ്പെട്ട ഒരു ക്ലർക്ക് ഫാമിലിയിലാണ് ജനിക്കുന്നത്. പക്ഷേ ആളുടെ ഡ്രീംസ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ലക്ഷൂറിയസ് ആയിട്ടുള്ള ലൈഫ് ജീവിക്കുക, വളരെ മോഡസ്റ്റായിട്ട് ഡ്രസ്സ് ചെയ്യുക, മോഡസ്റ്റായിട്ട് ഓർണമെൻറ്റ്സ് വെയർ ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ വലിയ വലിയ ഡ്രീംസാണ് ഈ ഒരു മെത്തിൽഡെ ലോയ്സലിന് ഉള്ളത്. എന്നിരുന്നാൽ കൂടി ഇയാളുടെ സർക്കംസ്റ്റൻസ് യാതൊന്നും ഇയാളെ അത്തരത്തൊരു ലൈഫിലോട്ട് ലീഡ് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു ചുറ്റുപാടിലാണ് ഇയാൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹസ്ബൻഡാണെങ്കിൽ വളരെ പാവപ്പെട്ട എന്നാൽ ക്ലർക്കിൻ്റെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു ഹസ്ബൻഡാണ്. അപ്പോൾ അയാൾക്ക് അത്രയും ഒരു ലക്ഷൂറിയസ് ലൈഫ് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിലൊക്കെയും ഈ മെത്തിൽഡെ ഒരുപാട് അൺഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെ അൺഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനിൽ പക്ഷേ ഹസ്ബൻഡ് ഒത്തിരി എഫേർട്ട് എടുക്കുന്നുണ്ട്, വൈഫിനെ ഹാപ്പി ആക്കാനും വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഹസ്ബൻഡ്. ഒരിക്കൽ ഹസ്ബൻഡിന് ഒരു ചാൻസ് കിട്ടാണ് ഒരു ഗ്രാൻഡ് ബോൾ പാർട്ടിയിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ ആളുടെ ജോലിയുടെ ഭാഗമായിട്ട് അയാൾക്ക് കിട്ടാണ്. അപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ കിട്ടിയത് വീട്ടിൽ കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ വൈഫും ഒരുപാട് ഹാപ്പി ആവാണ്. പക്ഷേ വൈഫ് അറ്റ് സെയിം ടൈം ആൾ കുറച്ച് കൺഫ്യൂസിങ്ങും കുറച്ച് വിഷമവും തോന്നുകയാണ്. കാരണം അത്തരം ഒരു ഗ്രാൻഡ് പാർട്ടിക്ക് പോകുമ്പോൾ ധരിക്കാനും മാത്രം ഭംഗിയുള്ളതായിട്ടുള്ള ഓർണമെൻറ്റ്സോ ഡ്രസ്സോ ഒന്നും തന്നെ ആളുടെ കയ്യിലില്ല. അപ്പോൾ അതൊക്കെ ഓർത്ത് കുറച്ച് വിഷമിക്കുകയാണ് മെത്തിൽഡ ചെയ്യുന്നത്. അപ്പോൾ മെത്തിൽഡനെ എക്സൈറ്റഡ് ആക്കാം എന്നുള്ള ഉദ്ദേശത്തിലോ അല്ലെങ്കിൽ ഹാപ്പി ആക്കാം എന്നുള്ള ഉദ്ദേശത്തിലോ ആണ് ഹസ്ബൻഡ് ആ ഒരു ഇൻവിറ്റേഷൻ വീട്ടിലോട്ട് കൊണ്ടുവന്നത്. പക്ഷേ എക്സൈറ്റഡ് ആവുന്നതിന് പകരം മെത്തിൽഡ കൂടുതൽ അപ്സെറ്റ് ആവുകയാണ് ചെയ്തത്. കാരണം അതിന് സ്യൂട്ടായിട്ടുള്ള ഡ്രസ്സില്ല, ജ്വല്ലറി ഇല്ല എന്നൊക്കെയാണ് ആളുടെ ഒരു അപ്സെറ്റിനുള്ള റീസൺ എന്ന് പറയുന്നത്. അങ്ങനെ ഹർ ഹസ്ബൻഡ് സാക്രിഫൈസ് ഹർ സേവിങ്സ്. ഹസ്ബൻഡ് ഒരുപാട് കാലമായിട്ട് സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ ആൾ സേവിങ്സിൽ നിന്ന് എടുക്കുകയാണ്. എടുത്തിട്ട് ആ പൈസക്ക് കുറച്ച് ഡ്രസ്സ് മേടിച്ചു കൊടുക്കുകയാണ് ഈ മെത്തിൽഡക്ക്. അതുപോലെ തന്നെ ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്ത സമയത്താണ് മെത്തിൽഡ പിന്നെയും അൺഹാപ്പി ആയിട്ട് പോകുന്നത്. കാരണം ഡ്യൂ ടു ദ ലാക്ക് ഓഫ് ജ്വല്ലറീസ് ഇല്ല, ആ ഒരു ഡ്രസ്സിന് അനുയോജ്യമായിട്ടുള്ള ജ്വല്ലറീസ് ആളുടെ കയ്യിലില്ല എന്നുള്ള ഡിസാറ്റിസ്ഫാക്ഷനാണ് പിന്നീട് ഈ ഒരു മെത്തിൽഡക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫ്രണ്ട് മാഡം ഫ്രോയിസ്റ്റർ, അടുത്ത ലീഡിങ് ക്യാരക്ടറാണ് മാഡം ഫ്രോയിസ്റ്റർ, അടുത്ത ഫീമെയിൽ ക്യാരക്ടറാണ്. അപ്പോൾ ഈ ഒരു മാഡം ഫ്രോയിസ്റ്ററിൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡയമണ്ട് ആയിട്ടുള്ളൊരു നെക്ലേസ് ബോറോ ചെയ്ത് മേടിക്കുന്നതാട്ടോ. അങ്ങനെ ബോറോ ചെയ്ത് വാങ്ങിച്ചിട്ട് അതൊക്കെ ധരിച്ചുകൊണ്ട് ആ ഒരു ബോൾ പാർട്ടിക്ക് അല്ലെങ്കിൽ ആ ഒരു ഗ്രാൻഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് മെത്തിൽഡ റെഡിയായി അവിടെ പോവുകയാണ്. വളരെ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആൾ അവിടെ പോകുന്നതും എല്ലാവരും ഒത്തിരി അഡ്മയർ ആവുന്നുണ്ട് ഈ ഒരു മെത്തിൽഡനെ കണ്ടിട്ട്, അല്ലെങ്കിൽ ആളുടെ ഒരു ഡ്രസ്സിങ്ങും ജ്വല്ലറിയും ഒക്കെ കണ്ടിട്ട് എല്ലാവരും
വളരെ അഡ്മയർഡ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ ഒരു മെത്തിൽഡക്ക് ഒത്തിരി പ്രൗഡും ഹാപ്പി ആവാണ്. കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് അവൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം അവൾക്ക് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വല്ലാത്ത എക്സൈറ്റ്മെൻറ്റും ഹാപ്പിനെസ്സും ആളുടെ ഫേസിലുണ്ട്. അങ്ങനെ തിരിച്ച് പാർട്ടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ പാർട്ടിയിലൊരു ഒരു എന്താ പറയുക, ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന പോലെ ആയിരുന്നു മെത്തിൽഡ ഉണ്ടായിരുന്നത്. എല്ലാവരും കോംപ്ലിമെൻ്റ് ചെയ്യുകയും മറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ വളരെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ച് വീട്ടിലോട്ട് വന്ന സമയത്താണ് മെത്തിൽഡ റിയലൈസ് ചെയ്യുന്നത് തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ ഒരു നെക്ലേസ് നഷ്ടപ്പെടുകയാണ്. ആൻഡ് ഈ കപ്പിൾ കുറച്ച് സമയം എല്ലായിടത്തും പോയിട്ട് അതൊക്കെ സെർച്ച് ചെയ്യാണ്. പക്ഷേ എവിടെ നിന്നും കിട്ടിയില്ല. ഈ ഒരു പോയ നെക്ലേസ് എവിടെ നിന്നും കിട്ടിയില്ല. അപ്പോൾ ഈ ഒരു സത്യം, ഈ നെക്ലേസ് നഷ്ടപ്പെട്ടു എന്ന് ഉള്ള സത്യം ആളുടെ ഫ്രണ്ടിനോട്, അതായത് മാഡം ഫ്രോയ്സ്ചർ ആരുടേതാണോ ഈ നെക്ലേസ്, ആളുടെ അടുത്ത് അത് പറയാനായിട്ട് ഇവർക്ക് കുറച്ച് പേടിയാവാണ്. കാരണം ഇത്രയും വിലപിടിപ്പുള്ള ഡയമണ്ട് നെക്ലേസ് നഷ്ടപ്പെട്ടു എന്ന് അതിൻ്റെ ഉടമസ്ഥനോട് പറയാൻ ഇവർക്ക് കുറച്ച് പേടിയായിരുന്നു, അതായത് മെത്തിൽഡക്കും ഹസ്ബൻഡിനൊക്കെ. അപ്പം ഇവർ സ്വയം തീരുമാനിക്കുകയാണ് ആ ഒരു നെക്ലേസിനെ നമുക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം, അതായത് ഒരു പുതിയ ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കാം, അതിനുശേഷം അവരുടെ ആ ഒരു ഡയമണ്ട് നെക്ലേസ് ആണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഏകദേശം ഈ ഒരു ഡയമണ്ട് നെക്ലേസ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ, റീപർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ 36,000 ഫ്രാൻസ് മണിയാണ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അത്രയും വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. ഇവർക്ക് ഇവരുടെ കയ്യിൽ ഇപ്പോൾ യാതൊരു സേവിങ്സും ഇല്ല, ഒന്നും തന്നെ ഇല്ലാതിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത്രയും വലിയൊരു എമൗണ്ട് ഈ ഒരു നെക്ലേസിന് വേണ്ടി ചിലവാക്കേണ്ടതായിട്ട് വരുന്നത്. ഈ നെക്ലേസിന് വേണ്ടി ചിലവാക്കുന്നുണ്ടെങ്കിൽ പോലും അത് ഇവർക്ക് വേണ്ടിയിട്ട് ഭാവിയിൽ യൂസ് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒന്നുമല്ല, വല്ലവർക്കും വാങ്ങിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരുപാട് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചും വീട് വിറ്റും ഒക്കെ ഈ ഒരു പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടിയിട്ട് ഇവർ ആ ഒരു നെക്ലേസ് വാങ്ങിക്കാനായിട്ട് റെഡി ആവാണ്. അങ്ങനെ റെഡിയായിട്ട് മെത്തിൽഡയുടെ ഹസ്ബൻഡും എല്ലാവരും കൂടിയിട്ട് ഒരു ഷോപ്പിൽ പോവാണ്. അങ്ങനെ അവിടുന്ന് ഇവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു നെക്ലേസിൻ്റെ ഏകദേശം ഒരേപോലുള്ള ഒരു നെക്ലേസ് അവിടുന്ന് വാങ്ങിച്ച് ഈ ഒരു മാഡം ഫ്രോയ്സ്ചറിന് കൊടുക്കുകയാണ്. ഈ ഒരു സത്യങ്ങളൊന്നും പറയാതെ തന്നെ നെക്ലേസ് തിരിച്ചു കൊടുക്കുന്ന ഇത് ഈ പുതിയ നെക്ലേസ് വാങ്ങിച്ചത് അവർ കൊടുക്കുകയാണ്. റിയൽ ഡയമണ്ട് നെക്ലേസ് അങ്ങനെ കൊടുക്കുകയാണ്. അങ്ങനെ മെത്തിൽഡ ആൻഡ് ഹർ ഹസ്ബൻഡ് സ്പെൻഡ് നെക്സ്റ്റ് 10 years ഇൻ പോവർട്ടി. അപ്പോൾ ഈ ഒരു നെക്ലേസ് വാങ്ങിച്ചു കൊടുത്തതിൽ പിന്നെ വരുന്ന 10 വർഷത്തോളം മെത്തിൽഡയുടെ ഹസ്ബൻഡും വളരെ പോവർട്ടി അല്ലെങ്കിൽ വളരെ പുവറായിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് മുന്നോട്ട് കടന്നത്. അതായത് എക്സ്ട്രീംലി ഹാർഡായിരുന്നു അവർക്ക് ആ ഒരു സമയം എന്ന് പറയുന്നത്. കാരണം അവർ ഈ ഒരു നെക്ലേസ് വാങ്ങിക്കാനായിട്ട് ഒത്തിരി ഡെപ്റ്റുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയും വീട്ടാൻ വേണ്ടിയിട്ട് ഇവർ വളരെ ഹാർഡ് വർക്കിംഗ് ചെയ്തു. ഒത്തിരി ഹാർഡ് വർക്കിങ്ങിൻ്റെ എഫക്റ്റ് എന്നോണം മെത്തിൽഡക്ക് അവരുടെ ആ ഒരു ബ്യൂട്ടിയും ആ ഒരു സ്ട്രക്ചറും എല്ലാം നഷ്ടപ്പെടാണ്. അവരുടെ സ്കിന്നൊക്കെ സാഗ് ചെയ്തു. അതുപോലെ തന്നെ അവർ ഫിസിക്കലി വളരെയായിട്ട് വീക്കായിപ്പോയി. അവരുടെ ഹസ്ബൻഡാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ അവരുടെ ഹെൽത്തും കംഫർട്ടും എല്ലാം ഉപേക്ഷിച്ച് ഈ ഒരു ഡെപ്റ്റ് കംപ്ലീറ്റ് വീട്ടി തീർക്കാനാണ് ശ്രമിച്ചിരുന്നത്. ദെൻ ആഫ്റ്റർ 10 years 10 വർഷത്തിന് ശേഷം മെത്തിൽഡ മീറ്റ്സ് മാഡം ഫ്രോയ്സ്ചർ ബൈ ചാൻസ്. ഒരു ചാൻസ്, പെട്ടെന്നൊരു ദിവസം മെത്തിൽഡ മാഡം ഫ്രോയ്സ്ചറിനെ കണ്ടുമുട്ടാണ്. അന്നേരം മെത്തിൽഡ ഈ മാഡം ഫ്രോയ്സ്ചറിൻ്റെ അടുത്ത്, പണ്ട് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി പോയിട്ടുണ്ട്, അപ്പോൾ ഇപ്പം നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അന്ന് റീപ്ലേസ് ചെയ്ത് തന്നിട്ടുള്ള നെക്ലേസ് ആണ് എന്നുള്ള സത്യം ഇവരുടെ അടുത്ത് പറയാണ്, മെത്തിൽഡ പറയാണ്. ആ സമയത്ത് മാഡം ഫ്രോയ്സ്ചർ വളരെ ഷോക്ക്ഡ് ആവുകയും വേറൊരു ട്വിസ്റ്റാണ് ഇവിടെ റിവീൽ ചെയ്യുന്നത്. അതായത് ഒറിജിനൽ നെക്ലേസ് എന്ന് പറയുന്നത്, അതായത് എന്താണോ ഈ മാഡം ഫ്രോയ്സ്ചർ ഈ മെത്തിൽഡക്ക് അന്ന് ഗ്രാൻഡ് പാർട്ടിക്ക് ധരിക്കാനായിട്ട് കൊടുത്തിരുന്ന നെക്ലേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമിറ്റേഷനാണ്. അതായത് ജസ്റ്റ് ഒരു ഫേക്കായിട്ടുള്ള, അതായത് കാണുമ്പോൾ അത് ഡയമണ്ടായിട്ട് തോന്നും എന്ന് മാത്രമേ, ജസ്റ്റ് ഒരു ഫേക്കായിട്ടുള്ള ഒരു ഓർണമെൻ്റാണ്. അതിനധികം വെർത്തൊന്നും ഇല്ലാതെ ഞാനൊരു സാധാരണ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള, എന്നാൽ കാണുമ്പോൾ അതൊരു ഡയമണ്ടായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും, അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റാണത്. അതിനത്ര വില ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള സത്യം, ആ ഒരു ട്വിസ്റ്റ് ഈ സമയത്ത് മെത്തിൽഡനോട് ഈ മാഡം ഫ്രോയ്സ്ചർ റിവീൽ ചെയ്യാണ്. ഈ സമയത്ത് മെത്തിൽഡ ആകെ തകർന്നു പോകുന്നുണ്ട്. കാരണം ഈ ഒരു അൺവർത്തി ആയിട്ടുള്ള, അല്ലെങ്കിൽ തീരെ വർത്തില്ലാത്തൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വർഷങ്ങൾ ഇവർ ഈ കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തതൊക്കെ. അപ്പോൾ അത്രയും
അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ക്രൂവൽ ഐറണിയാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അത്രയും ഇവരുടെ സഫറിങ്സ് ഒക്കെയും അൺനെസസറി ആയിരുന്നു. കാരണം അൺനെസസറി എന്ന് പറയാൻ കാരണം ഇവരുടെ പ്രൈഡിനും മറ്റും വേണ്ടിയിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുള്ളതാണ് ആ ഒരു മണി. എന്ത് കിട്ടിയാലും ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവത്തിനോട് വല്ലാത്തൊരു ഒബ്സഷൻ തോന്നുക, അതിന് പിന്നാലെ വരുന്ന കോൺസിക്വൻസ് ആണ് ഇപ്പോൾ ഈ അനുഭവിച്ചിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളൊന്നും അന്ന് ഈ മെത്തിൽഡ റിയലൈസ് ചെയ്യാണ്. അപ്പോൾ ഇതിലത്തെ മെയിനായിട്ടുള്ള തീംസ് എന്നൊക്കെ പറയുന്നത് വാനിറ്റി ആൻഡ് പ്രൈഡ്, അതുപോലെ തന്നെ ഇല്യൂഷൻ വേഴ്സസ് റിയാലിറ്റി മറ്റൊന്നാണ്, ഇവിടെ സംഭവിക്കുന്ന ഇല്യൂഷൻ മറ്റൊന്നാണ്. റിയാലിറ്റിയിൽ എന്ന് പറയുന്നത് എന്താ, ആ നെക്ലേസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു അൺവേർത്തി ആയിട്ടുള്ള ഒരു നോർമൽ നെക്ലേസ്, അധികം വെർത്തൊന്നും ഇല്ലാത്ത ഡയമണ്ടിനെ പോലെ ഉള്ളൊരു നെക്ലേസ് മാത്രമാണ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മൊത്തം ഒരു റിയാലിറ്റി വേഴ്സസ് ഇല്യൂഷനാണ്. അതുപോലെ തന്നെ ഐറണി ഓഫ് ഫെയ്റ്റ്, വിധിയുടെ ഒരു ഐറണി. അതേപോലെ വരുന്നതാണ് സോഷ്യൽ ക്ലാസ് ആൻഡ് മെറ്റീരിയലിസം. സോഷ്യൽ ക്ലാസ് എന്ന് പറയുമ്പോൾ അന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തിൽഡ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മെത്തിൽഡയുടെ ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് സൊസൈറ്റിയിലെ ആൾക്കാർ അംഗീകരിക്കണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അഡ്മയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ വെൽ ഡ്രസ്ഡ് ആയിരിക്കണം. വെൽ ഡ്രസ് എന്ന് പറയുമ്പോൾ നമ്മളിലുള്ളതിൽ നല്ലത് ഇടുക എന്നുള്ളതല്ല, പുതിയത് വാങ്ങിച്ച് ഇടുക എന്നുള്ളതും ഒത്തിരി വിലപിടിപ്പുള്ള ഓർണമെൻറ്റ്സ് ധരിക്കുക എന്നുള്ളതൊക്കെയാണ്. അതുപോലെ തന്നെ കോൺസിക്വൻസ് ഓഫ് ഡിസോണസ്റ്റി. അന്ന് ആ ഒരു നെക്ലേസ് കാണാതായ ദിവസം അവരുടെ അടുത്ത് ഈ ഒരു നെക്ലേസ് നഷ്ടപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് എന്ന് പറയായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു 10 years ഓഫ് അൺനെസസറി ആയിട്ടുള്ള ആ ഒരു സഫറിങ്സ് ഇവർക്ക് ഒഴിവാക്കാമായിരുന്നു. അപ്പോൾ കോൺസിക്വൻസ് ഓഫ് ഡിസോണസ്റ്റി, കോൺസിക്വൻസ് ഓഫ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒബ്സഷൻസ്, ഇതിൻ്റെ ഒക്കെ കോൺസിക്വൻസ് ആണ് ഈ ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ വലിയൊരു ട്വിസ്റ്റും വലിയൊരു മീനിങ്ങുമാണ് ഉൾക്കൊള്ളുന്നത്. അത് നമുക്കിത് വായിക്കുമ്പോൾ വളരെ സില്ലി ആയിട്ട് തോന്നുമെങ്കിലും വലിയൊരു മീനിങ് ഉൾപ്പെട്ടിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ജസ്റ്റ് നോർമൽ സ്റ്റോറിനേക്കാളൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ചെറിയതായിരിക്കും, പക്ഷെ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്നൊരു മീനിങ് എന്ന് പറയുന്നത് വലുതായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇവിടെ ഗൈഡെ മാപ്പുസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈഡെ മാപ്പുസെൻ്റ് മോഡേൺ ഷോർട്ട് സ്റ്റോറിയുടെ ഫാദറാണ്. അതേപോലെ തന്നെ ഇയാൾ ഏകദേശം 300-ലധികം ഷോർട്ട് സ്റ്റോറീസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇയാളുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ സൊസൈറ്റി അല്ലെങ്കിൽ ആൾക്കാരുടെ ഹ്യൂമൻ റിയാലിറ്റി അതിനൊക്കെ എക്സ്പോസ് ചെയ്യുക, അതിൻ്റെ ആ ഒരു ഹാർഷായിട്ടുള്ള റിയാലിറ്റീനെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റോറീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇയാളുടെ സ്റ്റോറീസിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്നത്, നെക്ലേസ് എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു നെക്ലേസ് എന്ന് പറയുന്ന ഷോർട്ട് സ്റ്റോറി ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.